രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന, എന്നാൽ ലോകത്തെ മൊത്തം അലുമിനിയം വ്യവസായങ്ങളെയും നേരിട്ട് സ്വാധീനിക്കുന്ന റെയിൻ ഇൻഡസ്ട്രീസ് ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഡീപ്പ് ഡൈവ്. ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കും ഒരു ഫിനാൻഷ്യൽ ത്രില്ലർ പോലെയാണ്. ആണല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അധികം ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ ചില പ്രത്യേക ആഗോള സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ ഈ 132 രൂപയുടെ സ്റ്റോക്ക് അടുത്ത കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ 400 മുതൽ 500 രൂപ വരെ എത്തിയേക്കാം എന്ന് വാദിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു അനാലിസിസ് റിപ്പോർട്ടാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ഓഹോ, അപ്പോ വലിയൊരു സാധ്യത അവിടെയുണ്ട്. അതെ, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആഗോള മാക്രോ എക്കണോമിക് കാര്യങ്ങൾ വളരെ വലുതാണ്. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, നിങ്ങൾക്കിതൊരു സ്റ്റോക്ക് ടിപ്സ് നൽകുകയോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുകയോ അല്ല ഈ അനാലിസിസിന്റെ ലക്ഷ്യം. ഒരിക്കലുമല്ല. ഇതൊരു എഡ്യൂക്കേഷണൽ പേർപ്പസിനു വേണ്ടി മാത്രമുള്ളതാണ്. കൃത്യം. ലോകത്ത് നടക്കുന്ന വലിയ മാറ്റങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയിലുള്ളൊരു കമ്പനിയുടെ ഭാവി തീരുമാനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം റെയിൻ ഇൻഡസ്ട്രീസിന് അനുകൂലമായി വരാൻ പോകുന്ന 3 പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ സാമ്പത്തിക കെണികൾ എന്തൊക്കെയാണ്? ഇതാണ് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. അതെ, ആ ഇരുണ്ട വശങ്ങളും നമ്മൾ കൃത്യമായി പരിശോധിക്കും. ആദ്യം തന്നെ എനിക്കൊരു കാര്യം വ്യക്തമാക്കണം. ഈ റെയിൻ ഇൻഡസ്ട്രീസ് യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടാക്കുന്നത്? ഞാനിവരുടെ വെബ്സൈറ്റ് നോക്കിയപ്പോൾ കാൽസിൻഡ് പെട്രോളിയം കോക്ക് അഥവാ CPC എന്നാണ് കണ്ടത്. CPC പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ വലിയൊരു കെമിക്കലാണെന്ന് തോന്നും. എന്താണിതൊക്കെ? പേര് കേട്ട് വലിയ കെമിക്കലാണെന്നും വിചാരിക്കേണ്ട കേട്ടോ. വളരെ ലളിതമായി പറഞ്ഞാല് നമ്മുടെ ഈ ക്രൂഡ് ഓയിൽ റിഫൈനറികളില് പെട്രോളും ഡീസലും ഒക്കെ വേർതിരിച്ചെടുക്കില്ലേ? അതെ, റിഫൈൻ ചെയ്തെടുക്കുന്നത്. അത് കഴിയുമ്പോൾ അവസാനം ബാക്കി വരുന്ന ഒരു അവശിഷ്ടമുണ്ട്. അതിനെ ഗ്രീൻ പെട്രോളിയം കോക്ക് എന്ന് പറയും. ഓക്കെ, ഒരുതരം വേസ്റ്റ് പ്രോഡക്റ്റ് ആണല്ലേ? ഒരു വിധത്തിൽ പറഞ്ഞാൽ അതെ. ഈ അവശിഷ്ടത്തെ വലിയ ചൂടിൽ, അതായത് ഏകദേശം 1200 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി അതിലെ ഈർപ്പവും മറ്റ് അനാവശ്യ ഘടകങ്ങളും മാറ്റിയെടുക്കുന്ന പ്രക്രിയയുണ്ട്. അതിനെ കാൽസിനിങ് എന്ന് പറയുന്നു. അപ്പൊ ഈ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന സാധനമാണോ CPC? അതെ അതെ, അങ്ങനെ കിട്ടുന്ന സാധനമാണ് കാൽസിൻഡ് പെട്രോളിയം കോക്ക് അല്ലെങ്കിൽ CPC. അപ്പോ എണ്ണ റിഫൈനറികളിലെ അവശിഷ്ടമെടുത്ത് പ്രോസസ്സ് ചെയ്ത് വിൽക്കുന്നു. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. ഇത് ആർക്കാണ് വേണ്ടത്? ഇതിന് ഇത്ര വലിയ ഡിമാൻഡ് ഉണ്ടാകാൻ കാരണമെന്താണ്? അവിടെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ലോകത്തെ എവിടെയെങ്കിലും ഒരു അലുമിനിയം ഫാക്ടറി, അതായത് സ്മെൽട്ടർ പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് ഈ CPC കൂടിയേ തീരൂ. ശരിക്കും അലുമിനിയം ഉണ്ടാക്കാൻ ഇതാണോ വേണ്ടത്? അതെ, നമ്മൾ ഉപയോഗിക്കുന്ന അലുമിനിയം വെറുതെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതല്ലല്ലോ. ബോക്സൈറ്റ് എന്ന അയിരിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്ക് ഭീമമായ അളവിൽ വൈദ്യുതിയും ചൂടും വേണം. അത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഭയങ്കര പവർ വേണ്ട പ്രോസസ്സാണ്. കൃത്യം. അതിനൊപ്പം തന്നെ കാർബണും ആവശ്യമുണ്ട്. ഈ പ്രക്രിയയിൽ കാർബൺ ആനോഡുകളായി ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ CPC ആണ്. ഓഹോ, അപ്പോ അതൊരു അവിഭാജ്യ ഘടകമാണ്. അതെ. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, അലുമിനിയം ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഈ CPC കത്തിത്തീർന്നു പോകും. അതായത് ഇതൊരിക്കലും റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഓ, അപ്പൊ അലുമിനിയം പ്രൊഡക്ഷൻ നടക്കുന്ന കാലത്തോളം ഇതിങ്ങനെ തുടർച്ചയായി വേണ്ടിവരും? അതെ അതെ, തീരുന്നതിനനുസരിച്ച് പുതിയത് വാങ്ങിക്കൊണ്ടേയിരിക്കണം. 1 ടൺ അലുമിനിയം ഉണ്ടാക്കാൻ ഏകദേശം 400 കിലോ, അതായത് 0.4 ടൺ CPC ആവശ്യമാണ്. അതൊരു വലിയ എമൗണ്ട് ആണല്ലോ. അതുകൊണ്ട് അലുമിനിയം ഇൻഡസ്ട്രി ഇല്ലെങ്കിൽ CPCക്ക് വലിയ പ്രസക്തിയില്ല. എന്നാൽ ഇതൊരു ചെറിയ ഓപ്പറേഷനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. റെയിൻ ഇൻഡസ്ട്രീസ് വെറുമൊരു ഇന്ത്യൻ കമ്പനിയല്ല. വേറെയും ബ്രാഞ്ചുകളുണ്ടോ? ഇന്ത്യയിൽ റെയിൻ CAI കാർബൺ എന്ന പേരിലും, യൂറോപ്പിലെ ജർമ്മനിയിൽ റെയിൻ കാർബൺ GmbH എന്ന പേരിലും, അമേരിക്കയിലെ ലൂസിയാനയിൽ റെയിൻ കാർബൺ ഇങ്ക് എന്ന പേരിലും 3 വൻകരകളിലായി പരന്നുകിടക്കുന്ന ഒരു വലിയ ആഗോള ശൃംഖലയാണ് ഇവരുടേത്. അതാണ് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ലോകം മുഴുവൻ ഫാക്ടറികളുള്ള, അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ഓപ്പറേഷൻസ് ഉള്ള ഒരു ഗ്ലോബൽ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ് വെറും 4453 കോടി രൂപ മാത്രമാണോ? അതെ, വാല്യുവേഷൻ വളരെ കുറവാണ്. ഇന്ത്യയിലെ ചില ചെറിയ IT കമ്പനികൾക്ക് പോലും ഇതിനേക്കാൾ വലിയ വാല്യുവേഷൻ ഉണ്ടല്ലോ. ഇത്രയും ചെറിയൊരു വാല്യുവേഷനിൽ അവർ നിൽക്കാൻ എന്തെങ്കിലും വലിയ കാരണമുണ്ടാകുമല്ലോ? തീർച്ചയായും ഉണ്ട്.
അത് നമുക്ക് വഴിയേ പറയാം. പക്ഷെ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളിപ്പോ എന്തിനാണ് ഇവരെക്കുറിച്ച് സംസാരിക്കുന്നത്? അലുമിനിയം ഡിമാൻഡുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ നോക്കുമ്പോൾ എവിടെയും അലുമിനിയം ഉൽപ്പന്നങ്ങൾ കാണുന്നുണ്ട്. ആ അലുമിനിയം ഡിമാൻഡിലെ കുതിച്ചുചാട്ടമാണ് ഈ കമ്പനിയുടെ കഥയിലെ ആദ്യത്തെ പ്രധാന ആകർഷണം. നമ്മളിപ്പോൾ കാണുന്ന ഒരു വലിയ ട്രെൻഡ് എന്താണ്? ഗ്രീൻ എനർജി ട്രാൻസിഷൻ അല്ലേ? അതെ, എല്ലാവരും സോളാറിലേക്കും ഇവിയിലേക്കും മാറുകയാണ്. കൃത്യം. ലോകം മുഴുവൻ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് മാറി ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും സോളാർ എനർജിയിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ അലുമിനിയം അത്യാവശ്യമാണ്. സോളാർ പാനലുകളുടെ ഫ്രെയിമുകൾ അലുമിനിയമാണെന്ന് എനിക്കറിയാം. കാരണം അത് തുരുമ്പടിക്കില്ല, പുറത്ത് വെയിലും മഴയും കൊള്ളാൻ പറ്റിയതാണ്. പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഇതിന്റെ റോൾ എന്താണ്? സാധാരണ കാറുകളുടെ ബോഡി പണ്ടുമുതലേ സ്റ്റീൽ കൊണ്ടല്ലോ ഉണ്ടാക്കാറ്. അത് സാധാരണ കാറുകളിൽ സ്റ്റീൽ ഉപയോഗിക്കാൻ കാരണം അതിന്റെ കരുത്താണ്. എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ കഥ അതല്ല. ഇവികളിൽ എന്താണ് പ്രശ്നം? ഇവികളിൽ ഭാരമേറിയ വലിയ ലിഥിയം അയൺ ബാറ്ററികൾ ഉള്ളതുകൊണ്ട് വണ്ടിയുടെ മൊത്തം ഭാരം വളരെ കൂടുതലായിരിക്കും. ഭാരം കൂടിയാൽ എന്ത് സംഭവിക്കും? വണ്ടിയുടെ റേഞ്ച്, അതായത് ഒരു തവണ ചാർജ് ചെയ്താൽ എത്ര കിലോമീറ്റർ പോകും എന്നത് കുത്തനെ കുറയും. ഓ, അപ്പോ മൈലേജ് കിട്ടില്ല. അതെ, അത് പരിഹരിക്കാൻ വണ്ടിയുടെ ഭാരം പരമാവധി കുറയ്ക്കണം. ഇതിനെ ലൈറ്റ് വെയ്റ്റിംഗ് എന്നാണ് പറയുക. ഇതിനുവേണ്ടി വാഹന നിർമ്മാതാക്കൾ വണ്ടിയുടെ ബോഡിയും ചേസസും നിർമ്മിക്കാൻ കൂടുതൽ അലുമിനിയം ഉപയോഗിച്ചു തുടങ്ങി. ആ, സ്റ്റീലിനേക്കാൾ വളരെ ഭാരം കുറഞ്ഞതാണല്ലോ അലുമിനിയം. അതെ, ചുരുക്കത്തിൽ പറഞ്ഞാൽ പഴയ പെട്രോൾ കാറുകളേക്കാൾ വളരെ കൂടുതൽ അലുമിനിയം ഒരു പുതിയ ഇലക്ട്രിക് കാർ ഉണ്ടാക്കാൻ ആവശ്യമായി വരുന്നു. അതായത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നിന്നും സോളാർ ഇൻഡസ്ട്രിയിൽ നിന്നും കൂടാതെ സാധാരണ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ നിന്നും ഒരേ സമയം ഡിമാൻഡ് വരുന്നു. ഇതിന്റെ ഇമ്പാക്റ്റ് മാർക്കറ്റിൽ എവിടെയെങ്കിലും കാണാനുണ്ടോ? തീർച്ചയായുമുണ്ട്. ആഗോളതലത്തിൽ മെറ്റലുകളുടെ വില നിശ്ചയിക്കുന്നത് ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ച് അഥവാ LME ആണ്. അവിടെ അലുമിനിയത്തിന്റെ വില കുതിച്ചുയരുകയാണ്. ഇപ്പോഴത്തെ വില എത്രയാണ്? നമ്മൾ ഈ അനാലിസിസ് നോക്കുന്ന സമയത്ത് ഒരു ടണ്ണിന് $3,504 വ്യാപാരം നടക്കുന്നത്. ഇത് കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണെന്ന് നിങ്ങൾ ഓർക്കണം. എനിക്കിവിടെ ഒരു സംശയമുണ്ട്. അലുമിനിയത്തിന്റെ വില കൂടിയാൽ റെയിൻ ഇൻഡസ്ട്രീസിന് എങ്ങനെ ലാഭം ഉണ്ടാകും? അവർ അലുമിനിയം അല്ലല്ലോ വിൽക്കുന്നത്. ഇതിന്റെ ഡയറക്റ്റ് കണക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇതിന്റെ മെക്കാനിസം വളരെ ലളിതമാണ്. അവർ വിൽക്കുന്നത് അലുമിനിയം ഉണ്ടാക്കാൻ വേണ്ട CPC ആണല്ലോ. അതെ. അപ്പോ LMEയിൽ അലുമിനിയത്തിന്റെ വില കൂടുമ്പോൾ ഈ അലുമിനിയം സ്മെൽട്ടർ കമ്പനികൾക്ക് നല്ല ലാഭം കിട്ടും. അവരുടെ പ്രോഫിറ്റ് മാർജിൻ കൂടും. സ്വാഭാവികമായും വില കൂടിയാൽ അവർക്ക് ലാഭമാണല്ലോ. അങ്ങനെ വരുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും പ്രൊഡക്ഷൻ കൂട്ടിയാൽ മതി എന്നൊരു ചിന്ത വരും. കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താൽ കൂടുതൽ ലാഭം കിട്ടുമല്ലോ. അതിനുവേണ്ടി ഈ അസംസ്കൃത വസ്തുവായ CPCക്ക് ഉയർന്ന വില കൊടുക്കാനും അവർ തയ്യാറാകും. ഓഹോ, ഡിമാൻഡ് ഉള്ളതുകൊണ്ട് അവർ വിലപേശില്ല. കൃത്യം. ഈ റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് അലുമിനിയം വില $3,000 കടക്കുമ്പോൾ തന്നെ റെയിൻ ഇൻഡസ്ട്രീസിന് അവരുടെ CPCയുടെ വില കൂട്ടാൻ സാധിക്കും. അങ്ങനെ അവർക്ക് വലിയ മാർജിൻ ലഭിക്കും. ശരി, അപ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലായി. എന്നാൽ സപ്ലൈയുടെ കാര്യമോ? ഇവിടെ ഡിമാൻഡ് കൂടിയാലും സപ്ലൈ കൊടുക്കാൻ ചൈന എപ്പോഴും റെഡിയായിരിക്കുമല്ലോ. ലോകത്തെ ഏറ്റവും വലിയ അലുമിനിയം ഉൽപ്പാദകർ അവരാണ്. അവരുള്ളപ്പോൾ റെയിൻ ഇൻഡസ്ട്രീസിനെ പോലെ ഒരു കമ്പനിക്ക് എങ്ങനെ നേട്ടം ഉണ്ടാക്കാൻ കഴിയും? ചൈന അവരുടെ ഫാക്ടറികൾ മുഴുവൻ സമയം പ്രവർത്തിപ്പിച്ചാൽ ഈ ഡിമാൻഡ് അവർക്ക് ഒറ്റയ്ക്ക് തീർക്കാൻ കഴിയില്ലേ? ശരിയാണ്. സാധാരണഗതിയിൽ അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. കാരണം ആഗോള അലുമിനിയം ഉൽപ്പാദനത്തിന്റെ 60% ചൈനയുടെ കൈകളിലാണ്. എന്നാൽ ഇത്തവണ അവിടെ വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് മാറ്റം? ചൈനീസ് സർക്കാർ അവിടെ അലുമിനിയം ഉൽപ്പാദനത്തിന് 45 മില്യൺ ടൺ എന്നൊരു പ്രൊഡക്ഷൻ ക്യാപ്പ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഒരു വർഷം 45 മില്യൺ ടണ്ണിൽ കൂടുതൽ അലുമിനിയം ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് അനുമതിയില്ല. അതെന്താ അങ്ങനെ? എന്തിനാണ് അവർ സ്വയം നിയന്ത്രിക്കുന്നത്? ഡിമാൻഡ് ഉള്ളപ്പോൾ കൂടുതലുണ്ടാക്കിയാൽ അവർക്കല്ലേ ലാഭം? അതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. 1 പരിസ്ഥിതി മലിനീകരണം, 2 വൈദ്യുതിക്ഷാമം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അലുമിനിയത്തിന് വലിയ പവർ വേണമെന്ന്. അതെ. ചൈനയിലെ മിക്ക അലുമിനിയം ഫാക്ടറികളും പ്രവർത്തിക്കുന്നത് കൽക്കരി ഉപയോഗിച്ചുള്ള പവർ പ്ലാന്റുകളിൽ നിന്നുള്ള വൈദ്യുതി വെച്ചാണ്. ഇത് വൻതോതിൽ കാർബൺ എമിഷൻ ഉണ്ടാക്കുന്നു. അവരുടെ പവർ ഗ്രിഡുകൾക്ക് ഇത് താങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവർ ഈ ക്യാപ്പ് കൊണ്ടുവന്നത്. അപ്പോൾ അവർക്ക് ഇനിയും കൂട്ടാൻ പറ്റില്ല. ഇതിലെ ഏറ്റവും നിർണായകമായ കാര്യം എന്താന്ന് വെച്ചാൽ അവരെപ്പോൾ തന്നെ
44.5 മില്യൺ ടൺ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞു എന്നതാണ്. അതായത് അവരാ പരിധിക്ക് തൊട്ടടുത്തെത്തി. അപ്പൊ ഇനി ലോകത്ത് അലുമിനിയം ഡിമാൻഡ് കൂടിയാലും ചൈനയ്ക്ക് സപ്ലൈ കൂട്ടാൻ കഴിയില്ല. കഴിയില്ലെന്ന് മാത്രമല്ല, 2024 ഡിസംബറിൽ അവർ വളരെ സുപ്രധാനമായ മറ്റൊരു തീരുമാനം കൂടി എടുത്തു. അതാണ് ഈ അനാലിസിസിലെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ. എന്താണത്? അതുവരെ അലുമിനിയം കയറ്റുമതി ചെയ്യുന്ന കമ്പനികൾക്ക് ചൈനീസ് സർക്കാർ 13% ടാക്സ് റിബേറ്റ് അഥവാ നികുതി ഇളവ് നൽകിയിരുന്നു. ഡിസംബറിൽ അവരത് ഒറ്റയടിക്ക് എടുത്തുമാറ്റി. അതായത് അവരെ സ്വയം തങ്ങളുടെ കയറ്റുമതി നിരുത്സാഹപ്പെടുത്തുന്നു. ഇത് ആഗോള വിപണിയിൽ എന്തു മാറ്റമാണുണ്ടാക്കിയത്? വലിയ മാറ്റമുണ്ടാക്കി. ടാക്സ് റിബേറ്റ് പോയതോടെ ചൈനയിൽ നിന്നുള്ള അലുമിനിയം കയറ്റുമതി വളരെ ചിലവേറിയതായി മാറി. സ്വാഭാവികമായും അവരുടെ എക്സ്പോർട്ട് കുറഞ്ഞു. അപ്പോൾ മാർക്കറ്റിൽ ഷോർട്ടേജ് വന്നു. അതെ. ഇതോടെ ലോകത്ത് പെട്ടെന്ന് അലുമിനിയം ക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങി. സപ്ലൈ കുറയുകയും ഡിമാൻഡ് കൂടുകയും ചെയ്തതോടെ വില വീണ്ടും കയറി. ഈ വിടവ് നികത്താൻ ചൈനയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങൾക്ക്, അതായത് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലെ അലുമിനിയം കമ്പനികൾക്ക് അവരുടെ പ്രൊഡക്ഷൻ പരമാവധി കൂട്ടേണ്ടി വന്നു. അതായത് ചൈന കുറച്ച് ഭാഗം ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വന്നു. ഇതൊരു രസകരമായ അവസ്ഥയാണ്. എനിക്കിത് കേൾക്കുമ്പോൾ തോന്നുന്നത് നമ്മുടെ നാട്ടിലെ ഒരു സംഭവമാണ്. എന്ത് സംഭവം? അതായത് നാട്ടിലെ ഏറ്റവും വലിയ ബേക്കറിക്കാരൻ പെട്ടെന്ന് ഓർഡറുകൾ എടുക്കുന്നത് നിർത്തിയാൽ ബാക്കിയുള്ള ചെറിയ ബേക്കറികൾക്ക് ഒറ്റയടിക്ക് ഒരുപാട് ഓർഡറുകൾ ലഭിക്കുമല്ലോ. അതെ അതെ, തീർച്ചയായും. അവർക്ക് ആ ഓർഡറുകൾ തീർക്കാൻ കൂടുതൽ കേക്ക് ഉണ്ടാക്കേണ്ടി വരും. കേക്ക് ഉണ്ടാക്കാൻ പെട്ടെന്ന് കൂടുതൽ മൈദ വേണം. ഇവിടെ ആ മൈദ എന്നത് നമ്മുടെ CPC ആണ്. ഗോതമ്പ് പൊടിക്കുന്ന മില്ലുകാർക്ക് വലിയ ഡിമാൻഡ് വരും. കൃത്യം. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കോർക്കുക. ഓരോ അധിക ടൺ അലുമിനിയം ഉണ്ടാക്കാനും 0.4 ടൺ CPC വേണം. അപ്പോൾ അമേരിക്കയിലും യൂറോപ്പിലും ഇന്ത്യയിലും ലക്ഷക്കണക്കിന് ടൺ അലുമിനിയം അധികമായി ഉൽപ്പാദിപ്പിക്കേണ്ടി വരുമ്പോൾ എത്രമാത്രം CPC വേണ്ടിവരുമെന്ന് നോക്കൂ. ഡിമാൻഡ് മുഴുവൻ ചെന്നെത്തുന്നത് റെയിൻ ഇൻഡസ്ട്രീസിനെ പോലുള്ള സപ്ലയർമാരിലേക്കാണല്ലേ? അതെ, അവരാണ് ഇതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ. ഞാൻ സമ്മതിച്ചു. ചൈനയുടെ ഈ നയം മാറ്റം ഇവർക്ക് വലിയൊരു ലോട്ടറിയാണ്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല. ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെ അലുമിനിയം കമ്പനികൾക്ക് ചൈനയിൽ നിന്ന് തന്നെ കുറഞ്ഞ വിലയ്ക്ക് CPC വാങ്ങിക്കൂടെ? ചൈന അലുമിനിയം എക്സ്പോർട്ട് ചെയ്യുന്നതല്ലേ കുറച്ചത്? CPC കുറച്ചില്ലല്ലോ. അവിടെയാണ് ഭൗമരാഷ്ട്രീയം, അതായത് ജിയോ പോളിറ്റിക്സ്, റെയിന് തുണയാകുന്നത്. ലോകത്തെ 3 വലിയ മാർക്കറ്റുകളിൽ ഇപ്പോൾ ചൈനീസ് പ്രൊഡക്റ്റുകൾക്ക് വലിയ നിയന്ത്രണങ്ങൾ വരുകയാണ്. ഓഹോ, അതെങ്ങനെയാണ്? ആദ്യം യൂറോപ്പിന്റെ കാര്യമെടുക്കാം. 2026 മുതൽ യൂറോപ്യൻ യൂണിയൻ CBAM അഥവാ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്നൊരു പുതിയ നിയമം നടപ്പിലാക്കുകയാണ്. ഇതൊരു കാർബൺ ടാക്സ് ആണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് CPCയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? വളരെ വലിയ രീതിയിൽ ബാധിക്കും. ചൈനയിൽ നിർമ്മിക്കുന്ന CPCയിൽ സൾഫറിന്റെ അംശം വളരെ കൂടുതലാണ്. ഇതിനെ ഹൈ സൾഫർ CPC എന്ന് പറയും. അതുകൊണ്ടെന്താ കുഴപ്പം? ഇത് വെച്ച് അലുമിനിയം ഉണ്ടാക്കുമ്പോൾ പരിസ്ഥിതി മലിനീകരണം വൻതോതിൽ കൂടും. പുതിയ യൂറോപ്യൻ നിയമം വരുന്നതോടെ കാർബൺ എമിഷൻ കൂടുതലുള്ള ഈ ഹൈ സൾഫർ CPC അവർക്ക് എളുപ്പത്തിൽ ഇറക്കുമതി ചെയ്യാൻ കഴിയില്ല. ഇറക്കുമതി ചെയ്യണമെങ്കിൽ വലിയ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് ചൈനയിൽ നിന്ന് വാങ്ങുന്നത് ലാഭകരമല്ലാതായി മാറും. അതെ. എന്നാൽ റെയിൻ ഇൻഡസ്ട്രീസിന് ജർമ്മനിയിലുള്ള പ്ലാന്റിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്നത് ലോ സൾഫർ CPC ആണ്. അപ്പോൾ ആ ടാക്സ് ഒഴിവാക്കാൻ യൂറോപ്യൻ കമ്പനികൾക്ക് വേറെ വഴിയില്ലാതെ റെയിൻ ഇൻഡസ്ട്രീസിനെ തന്നെ ആശ്രയിക്കേണ്ടി വരും. കൃത്യം. ഇതോടെ യൂറോപ്പിൽ അവർക്ക് വലിയൊരു മുൻതൂക്കം ലഭിക്കും. ഇനി അമേരിക്കയുടെ കാര്യം നോക്കിയാൽ അവിടെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ വലിയ താരിഫുകൾ, അതായത് ഇറക്കുമതി ചുങ്കം കൊണ്ടുവരികയാണ്. ആ ട്രേഡ് വാർ കാരണം. അതെ അതെ. അതുകൊണ്ട് അമേരിക്കൻ കമ്പനികൾക്ക് ചൈനയിൽ നിന്ന് വില കുറച്ചൊന്നും വാങ്ങാൻ കഴിയില്ല. അവിടെ ലൂസിയാനയിലുള്ള റെയിന്റെ അമേരിക്കൻ കമ്പനി അവർക്ക് ആശ്രയമാകും. യൂറോപ്പിലും അമേരിക്കയിലും ചൈനയ്ക്ക് പണി കിട്ടുമ്പോൾ അവിടെ സ്വന്തമായി ഫാക്ടറികളുള്ള റെയിന് അത് അനുകൂലമാകുന്നു. ഇനി നമ്മുടെ ഇന്ത്യയിലെ സാഹചര്യമോ? ഇന്ത്യയിലും ഇവർക്കെന്തെങ്കിലും മുൻതൂക്കമുണ്ടോ? തീർച്ചയായുമുണ്ട്. ഇന്ത്യയില് കേന്ദ്ര സർക്കാർ CPC ഇറക്കുമതിക്ക് ഒരു കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തേക്ക് മൊത്തം 4.6 ലക്ഷം ടൺ CPC മാത്രമേ ഒരു വർഷം
ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നിയമം. അതായത് ഒരു പരിധി വെച്ചിട്ടുണ്ട്. അതെ, ഈ കോട്ടയിൽ ഏറ്റവും കൂടുതൽ വിഹിതം അനുവദിച്ചു കിട്ടിയിരിക്കുന്നത് നമ്മുടെ റെയിൻ ഇൻഡസ്ട്രീസിനാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരേ സമയം അമേരിക്കയിലും യൂറോപ്പിലും ഇന്ത്യയിലും അവർക്ക് ബിസിനസ് കൂട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ്. ഒരു നിമിഷം, എനിക്കിപ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്നു. അലുമിനിയത്തിന് ഡിമാൻഡ് കൂടുന്നു, ചൈന സപ്ലൈ കുറയ്ക്കുന്നു, 3 വലിയ രാജ്യങ്ങളിൽ ഇവരുടെ എതിരാളികൾക്ക് നിയന്ത്രണങ്ങൾ വരുന്നു. ഇത്രയൊക്കെ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും, ലോകം മുഴുവൻ ഫാക്ടറികളുണ്ടായിട്ടും ഈ കമ്പനിയുടെ ഓഹരി വില വെറും 132 രൂപയിൽ കടക്കുന്നതെന്തുകൊണ്ടാണ്? മാർക്കറ്റിന് ഇവർ ഇത്ര വലിയൊരു സംഭവമാണെന്ന് ഇതുവരെ മനസ്സിലായില്ലേ? അതോ ഇതിൽ നമ്മൾ കാണാത്ത എന്തെങ്കിലും വലിയ കുഴിയുണ്ടോ? ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. മാർക്കറ്റ് ഒരിക്കലും മണ്ടന്മാരല്ല കേട്ടോ. ഈ ഓഹരി വില ഇത്രയും താഴെ കിടക്കാൻ വളരെ വ്യക്തമായ കാരണങ്ങളുണ്ട്. യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ സമീപിക്കുക എന്നത് ഫിനാൻസിൽ വളരെ പ്രധാനമാണ്. അതെന്തായാലും വേണം. എന്താണ് ആ പ്രശ്നം? യുടെ മാർക്കറ്റ് ക്യാപ്പ് 4453 കോടി രൂപയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതെ അതെ. എന്നാൽ ഇവർക്കുള്ള കടം, അതായത് ഡെപ്റ്റ് എത്രയാണെന്നറിയാമോ? $974 മില്യൺ. അതായത് ഏകദേശം 8000 കോടി രൂപ ഇവർക്ക് കടമുണ്ടോ എന്നാണ് നിങ്ങൾ പറയുന്നത്? കമ്പനിയുടെ മൊത്തം മൂല്യത്തേക്കാൾ ഇരട്ടിയോളം കടം അവർക്കുണ്ടെന്നാണോ? അതെ, അതാണ് സത്യം. ഇത്രയും വലിയ കടം അവർക്ക് എങ്ങനെയുണ്ടായി? അതെന്താരും ശ്രദ്ധിക്കാതിരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗ്ലോബൽ കമ്പനികളെല്ലാം ഇവർ പല കാലങ്ങളിലായി ഏറ്റെടുത്തതാണ്. അമേരിക്കയിലും ജർമ്മനിയിലുമൊക്കെ ഫാക്ടറികൾ വാങ്ങാൻ അവർ വലിയ തോതിൽ ലോൺ എടുത്തു. ഓ, ബിസിനസ് വിപുലീകരിക്കാൻ എടുത്ത കടമാണ്. അതെ. ഈ കടങ്ങളുടെ പലിശ അടയ്ക്കാൻ തന്നെ ഇവരുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം പോകുന്നുണ്ട്. ഇതൊരു വലിയ റിസ്ക്കാണ്. പോരാത്തതിന് രണ്ടാമത്തെ വലിയ പ്രശ്നം ഇവരുടെ ബിസിനസ് മോഡലാണ്. ബിസിനസ് മോഡൽ എന്തു പ്രശ്നം? ഇതൊരു സൈക്ലിക്കൽ ബിസിനസ്സാണ്. അതായത് കമോഡിറ്റി വിലകൾ എപ്പോഴും ഒരേപോലെ നിൽക്കില്ല. അതെപ്പോഴും ചാഞ്ചാടിക്കൊണ്ടിരിക്കും. ഞാൻ ആ റിപ്പോർട്ടിലൊരു കാര്യം ശ്രദ്ധിച്ചു. 2022-ൽ 2326 കോടി രൂപ ലാഭമുണ്ടാക്കിയ കമ്പനി 2024-ലെത്തുമ്പോഴേക്കും 564 കോടി രൂപയുടെ നഷ്ടത്തിലാണ്. വെറും 2 വർഷം കൊണ്ട് കോടികളുടെ ലാഭത്തിൽ നിന്ന് വലിയൊരു നഷ്ടത്തിലേക്ക് എങ്ങനെ അവർ കൂപ്പുകുത്തി? അതാണ് കമോഡിറ്റി ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അലൂമിനിയം, ക്രൂഡ് ഓയിൽ തുടങ്ങിയവയുടെ വില കൂടുമ്പോൾ ഇവർക്ക് വലിയ ലാഭം കിട്ടും. എന്നാൽ വില ഇടിക്കുകയോ ഡിമാൻഡ് കുറയുകയോ ചെയ്താൽ ഇവരുടെ കയ്യിലുള്ള ഇൻവെന്ററിയുടെ മൂല്യം കുത്തനെ കുറയുകയും അവർ വലിയ നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്യും. അതായത് ഇതൊരു സ്ഥിരതയില്ലാത്ത ബിസിനസ്സാണ്. അതെ, ഇതൊരു IT കമ്പനിയെപ്പോലെ സ്ഥിര വരുമാനമുള്ള ബിസിനസ്സല്ല. ഇതിനു പുറമെ മൂന്നാമതൊരു റിസ്ക് കൂടി ഈ അനാലിസിസിൽ പറയുന്നുണ്ട്. അത് യുദ്ധസാഹചര്യങ്ങളാണ്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം റെയിൻ ഇൻഡസ്ട്രീസിനെ എങ്ങനെ ബാധിക്കും? അവർക്ക് അവിടെ ഫാക്ടറികളൊന്നും ഇല്ലല്ലോ. അവിടെ ഫാക്ടറികളില്ല. പക്ഷേ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവായ പെട്രോളിയം കോക്ക് വരുന്നത് എണ്ണ റിഫൈനറികളിൽ നിന്നാണ്. അത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. അപ്പോ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ കാരണം ഹോർമൂസ് കടലിടുക്ക് പോലെയുള്ള പ്രധാന വ്യാപാരപാതകൾ അടയ്ക്കപ്പെട്ടാൽ ആഗോള ഊർജ്ജവില കുതിച്ചുയരും. എണ്ണവില കൂടിയാൽ അതിവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഭയാനകമായി വർദ്ധിപ്പിക്കും. ഇതെല്ലാം വളരെ ഗൗരവമുള്ള അപകടസാധ്യതകളാണ്. അപ്പൊ സാധാരണക്കാരായ നിക്ഷേപകർക്ക് ഇതൊരു കെണിയാകാൻ സാധ്യതയുണ്ട്. തീർച്ചയായും, സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഈ അനാലിസിസ് വീഡിയോയില് ഇതിന് 10-ൽ 10 മാർക്ക് കൊടുക്കാതെ വെറും 6.5 സ്കോർ മാത്രം നൽകിയത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായി. സ്വന്തം പോർട്ട്ഫോളിയോയുടെ 5 മുതൽ 10% വരെ മാത്രമേ ഇത്തരം സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കാവൂ എന്നവർ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായും. അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇതിനെ ഒരു സുരക്ഷിത നിക്ഷേപമായി കാണാതെ ഒരു ടേൺ അറൗണ്ട് സ്റ്റോറിയായി വിലയിരുത്തുന്നത്. ടേൺ അറൗണ്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ, അതായത് കമ്പനി അതിന്റെ വലിയ കടക്കെണിയിൽ നിന്നും മോശം അവസ്ഥയിൽ നിന്നും എങ്ങനെ തിരിച്ചു കയറുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ബേസ് കേസിൽ, അതായത് കാര്യങ്ങൾ സാമാന്യം നന്നായി നടന്നാൽ 1 മുതൽ 2 വർഷം കൊണ്ട് വില 180 മുതൽ 220 രൂപ വരെ എത്തിയേക്കാമെന്ന് അവർ കണക്കുകൂട്ടുന്നു. അത്യാവശ്യം നല്ലൊരു വളർച്ചയാണല്ലോ അത്. അതെ. ഇനി ബുൾ കേസിൽ, അതായത് നമ്മൾ പറഞ്ഞ അനുകൂല സാഹചര്യങ്ങളെല്ലാം കൃത്യമായി വർക്ക് ചെയ്താൽ 3 മുതൽ 4 വർഷം കൊണ്ട് 350 മുതൽ 500 രൂപ വരെ എത്തിയേക്കാം. ഓഹോ. ഇനി കമ്പനി അവരുടെ കടങ്ങളെല്ലാം തീർത്ത് പൂർണ്ണമായും ക്ലിയറായാൽ 5 വർഷം കൊണ്ട് ഒരുപക്ഷെ 600 മുതൽ 800 രൂപ വരെ പോകാമെന്നും അവർ പ്രവചിക്കുന്നു. എന്നാൽ ഇതെല്ലാം കമ്പനിയുടെ മാനേജ്മെന്റ് ആ വലിയ കടം എങ്ങനെ കുറച്ചു കൊണ്ടുവരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. തീർച്ചയായും. എന്തായാലും ഓർക്കുക, നമ്മളിവിടെ സംസാരിച്ചത് ഒരു സാമ്പത്തിക ഉപദേശമല്ല, മറിച്ച്
ലോകത്ത് നടക്കുന്ന വലിയ സംഭവ വികാസങ്ങൾ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ്. അതെ, ആഗോളതലത്തിലെ മാക്രോ എക്കണോമിക്സ് മനസ്സിലാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. കേവലം 132 രൂപ വിലയുള്ള ഒരു കമ്പനിയുടെ പിന്നിൽ ഇത്രയും വലിയ മാക്രോ എക്കണോമിക് ഫാക്ടറുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഡീപ് ഡൈവ് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഡിമാൻഡ് കൂടുന്നതും ചൈന പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതും അമേരിക്കയിലും യൂറോപ്പിലും പുതിയ നിയമങ്ങൾ വരുന്നതുമെല്ലാം എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണല്ലോ. അതാണ് ഈ വിശകലനത്തിന്റെ ഏറ്റവും വലിയ പാഠം. നമ്മൾ പലപ്പോഴും പത്രങ്ങളിൽ വാർത്തകൾ കാണാറുണ്ട്, ചൈന ടാക്സ് മാറ്റി, യൂറോപ്പിൽ കാർബൺ ടാക്സ് വന്നു എന്നൊക്കെ. പക്ഷേ ആ വാർത്തകൾക്ക് പിന്നിലെ സാമ്പത്തിക സാധ്യതകൾ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. നമ്മളതൊക്കെ വെറും രാഷ്ട്രീയ വാർത്തകളായി വിട്ടുകളയും. അതെ, ഒരു ആഗോള നയമാറ്റം ഇന്ത്യയിലെ ഒരു ബിസിനസിനെ എങ്ങനെ മാറ്റുന്നു എന്ന് മനസ്സിലാക്കാൻ ഇതൊരു മികച്ച ഉദാഹരണമാണ്. ശരിക്കും നമ്മളെപ്പോഴും സോളാർ പാനലുകളെക്കുറിച്ചും പുതിയ ഇലക്ട്രിക് കാറുകളെക്കുറിച്ചുമൊക്കെ സംസാരിക്കും. പക്ഷേ അതിനുവേണ്ട അലൂമിനിയം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു അസംസ്കൃത വസ്തുവിന് പിന്നിൽ ഇത്രയും വലിയൊരു കഥയുണ്ടെന്ന് ചിന്തിക്കുന്നത് തന്നെ കൗതുകകരമാണ്. അതെ, ആരും ശ്രദ്ധിക്കാത്ത ഇത്തരം സപ്ലൈ ചെയിനുകളാണ് ശരിക്കും ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത്. അവസാനമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കാർബൺ ടാക്സുകൾ കാരണവും പുതിയ താരിഫുകൾ കാരണവും ആഗോള സപ്ലൈ ചെയിനുകൾ, അതായത് വിതരണ ശൃംഖലകൾ, ചൈനയിൽ നിന്ന് പതുക്കെ മാറിത്തുടങ്ങുകയാണല്ലോ. അതെ, ഒരു മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ ആരും ശ്രദ്ധിക്കാത്ത ഇത്തരം വേറെ എത്രയെത്ര സാധനങ്ങളുടെ നിർമ്മാതാക്കൾ ലോകവിപണിയിൽ തങ്ങളുടെ സമയത്തിന്